ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈറ്റ് ബ്രെയിൻ ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് കുറച്ച് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഈ കടലാസ് കൊണ്ടുള്ള പൂക്കൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. അപ്പോൾ ഈ പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കുന്നതിന് മുന്നേ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ പേപ്പറിനെ 3 വലുപ്പങ്ങളിലുള്ള സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും 6 സെൻറ്റിമീറ്റർ ആണ്, രണ്ടാമത്തേത് 5 സെൻറ്റിമീറ്റർ, മൂന്നാമത്തേത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏറ്റവും ആദ്യം കട്ട് ചെയ്ത ഈ വലിയ പേപ്പർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനെ നമ്മൾ നേരെ സെൻറ്ററിലൂടെ ഡയഗണലി മടക്കിയെടുക്കുക. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഇനി ഇതിനെ നമുക്ക് വീണ്ടും നടുമടക്കണം. അപ്പോൾ വീണ്ടും സെൻറ്ററിൽ കൂടെ മടക്കി ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ചെറിയ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് മടക്കുന്നത്. ഇനി മൂന്നാമത് ഒന്നുകൂടി ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കണം. മൂന്നാമത്തെ തവണയും ഫോൾഡ് ചെയ്തതിന് ശേഷം നാലാമത്തെ ഫോൾഡിങ് ചെയ്യുമ്പോൾ അത് ട്രയാങ്കിളാക്കി എടുക്കുകയല്ല ചെയ്യുന്നത്, പകരം ഈ കോർണറിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, മുകൾ ഭാഗത്ത് ചെറിയൊരു പീസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊന്ന് നിവർത്തി നോക്കാം. ഇനി ഇതിലേക്ക് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. അതായത് ഇതിപ്പോൾ കോർണേഴ്സൊക്കെ കുറച്ച് ഷാർപ്പ് എൻഡായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ 2 കേർവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു പെൻസിൽ വെച്ചിട്ടാണ് ഞാനിവിടെ അത് വരയ്ക്കുന്നത്. ഇനി ഈ വരച്ചതിൻ്റെ മീതെ കൂടെ ആയിട്ട് കാണാനുണ്ടോ, ഇതാ വരച്ചത്. ഇനി ഈ വരച്ചതിൻ്റെ മീതെ കൂടെ ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ആ പെറ്റലിൻ്റെ ഷേപ്പിൽ അത് കട്ട് ചെയ്തിട്ടെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിൽ നമുക്കത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുവിൽ കാണുന്ന ആ ഫോൾഡിങ് ഉണ്ടല്ലോ, ആ ഫോൾഡിങ് കൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാതെ ആ ടിപ്പ് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അത് നിർത്തണം. ഇനി നമുക്ക് ഫോൾഡിംഗ് ഒക്കെ ഒന്ന് നിവർത്തി നോക്കാം. ഇപ്പോൾ അത് ആദ്യത്തെ ഒരു ട്രയാങ്കിൾ നിവർത്തി, ഇനി അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ ഓരോ മടക്കുകൾ നമ്മൾ നിവർത്തുമ്പോഴും കട്ട് വരാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഓരോ പെറ്റൽസും അല്ലെങ്കിൽ ഓരോ ഇതളുകളൊക്കെ അത് വേറെ വേറെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മടക്കിയിട്ടുള്ള ഏറ്റവും ആദ്യം ആ ട്രയാങ്കിൾസ് മടക്കിയിട്ടുള്ള ആ മടക്കുകൾ, ആ ഫോൾഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഫോൾഡിങ് കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് മുഴുവനായിട്ട് നിവർത്തിയിട്ടുണ്ട്. ഇനി കട്ട് വരാത്ത ആ 2 സൈഡിലും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ഇതളുകളും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു റൂളർ അല്ലെങ്കിൽ സ്കെയിൽ എടുത്തിട്ട് ഓരോ ഇതളും എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഈ റൂളർ വയ്ക്കുക, എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഇതളുകളിലും ഓരോ ലൈൻസ് അല്ലെങ്കിൽ ഒരു ഫോൾഡിങ്സ് കിട്ടും. അങ്ങനെ ആ ഒരു പൂവിൻ്റെ ആ ഒരു രൂപം ശരിക്കും നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. അത് ഇതളുകളൊക്കെ ഒന്ന് മടങ്ങി നിൽക്കുന്നത് പോലെ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചല്ലോ പല വലുപ്പത്തിലുള്ളത്. അപ്പോൾ ആ 3 വലുപ്പത്തിലുള്ള പേപ്പേഴ്സിനെയും ഒരേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് കളറിലുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ എടുത്ത പീസിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ വരച്ചത് വരെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ബ്ലാക്ക് പേപ്പർ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കൊരു ടൂത്ത് പിക്ക് എടുക്കാം. എന്നിട്ട് ഈ ടൂത്ത് പിക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിനൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് ഫെവിക്കോൾ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട്, ഏതെങ്കിലും ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇനി നമ്മൾ ഈ പൂക്കളെയും നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഏറ്റവും വലിയ പൂവിൽ പിന്നെ രണ്ടാമത്തെ വലുപ്പമുള്ള പൂവ്, അതായത് 6, 5, 4 അങ്ങനെ ആ വലുപ്പമുള്ള പൂക്കൾ ഓൾട്ടർനേറ്റ് ആയിട്ട്, ഇതളുകൾ ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വെച്ചിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഏറ്റവും സെൻറ്ററിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ബ്ലാക്ക് കളർ പേപ്പർ അതിൻ്റെ സെൻറ്ററിലും കൂടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്.
വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റെഡും ബ്ലാക്കും കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പേഴ്സ് വെച്ചിട്ട് എത്ര പൂക്കൾ അല്ലെങ്കിൽ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിലും പെട്ടെന്നും ചെയ്തു തീർക്കാൻ പറ്റുന്ന പേപ്പർ പൂക്കളാണിത്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് പേപ്പറിൽ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്